സമയത്ത് കൃഷിയിടത്തിലേക്ക് വരിക. യൂറിയ വളരെ പ്രധാനം, ചാണകത്തെക്കാളും. അത്ര കാര്യം അറിഞ്ഞാൽ മതി. അടുത്ത തന്നെയാണ് വേഗം തീർക്കാം. പ്രോട്ടീനേക്കാളും ഫാറ്റ് ഉണ്ട്, ഫാറ്റ് അത് എളുപ്പം തീരാം. അതായത് താമരയിലയിൽ വെള്ളം പിടിക്കുമോ? ചേമ്പലയിലോ? വെള്ളം പിടിക്കില്ല. വെള്ളം തെറിച്ചു പോകും. വെള്ളം പിടിക്കാതെ തെറിപ്പിച്ച് കളയുന്ന ഒരു വാക്സ് കോട്ടിങ് അതിനുണ്ട്. ഈ വാക്സ് കോട്ടിങ് ചെടികൾക്ക് കൊടുക്കുന്നത് ഈ ഫാറ്റ്, ജീവികൾ ചത്തടിഞ്ഞ, നേരത്തെ പറഞ്ഞു ജീവികളുടെ ഉച്ഛിഷ്ടം മാത്രം പോരാ, ജീവികൾ ചത്തടിയുമ്പോൾ മണ്ണിലേക്ക് ഫാറ്റെത്തും. ബാക്ടീരിയ ചത്തടിയുമ്പോൾ, മണ്ണര ചത്തടിയുമ്പോൾ മണ്ണിലേക്ക് ഫാറ്റെത്തും. ആ ഫാറ്റ് ഡീകമ്പോസ് ചെയ്ത് ചെടികൾ വലിച്ചെടുത്താലാണ് ഈ വാക്സ് കോട്ടിങ്ങിന് വെള്ളം തിളപ്പിച്ച് കളയാനുള്ള കപ്പാസിറ്റി ചെടികൾക്കുണ്ടാവുക. അപ്പോ നീല പച്ച നിറം. മഴ പെയ്യുമ്പോൾ തെങ്ങിന്റെ കൂമ്പിൽ വീഴുന്ന വെള്ളത്തെ അത് തെറിപ്പിച്ച് കളയും. അതില്ലാണ്ടായാലോ കൂമ്പ് നനയും. നനഞ്ഞാൽ കൂമ്പ് ചീയലുണ്ടാകും, തെങ്ങ് രോഗം സ്റ്റാർട്ട് ചെയ്യും. ഈ വാക്സ് കോട്ടിങ് വേണം. ഇതിന് ഫാറ്റ് കണ്ടന്റുള്ള വളം മണ്ണിലേക്ക് ചേർക്കണം. മീൻ വളം മണ്ണിലേക്ക് ചേർക്കണം. മീൻ വളം, പരമാവധി മീൻ വളം മണ്ണിലേക്ക് ചേർക്കണം. വീടുകളിൽ, മീൻ മേടിക്കുന്ന വീടുകളിൽ വെട്ടിക്കഴിഞ്ഞാൽ എടുക്കുന്ന തലയും കുടലും ചെടുമ്പലും വാലും എല്ലാം കൂടി ഒരു പാത്രത്തിലെടുത്ത് വേവിക്കുക. മത്തി വേവിക്കുന്ന, മീൻ വേവിക്കുന്ന കൂട്ടത്തിൽ അടുത്ത അടപ്പത്ത് വേറൊരു ചട്ടി കൂടി വെക്കുക. വേസ്റ്റ് എല്ലാം കൂടി വേവിക്കുക. പിറ്റേ ദിവസം ആ വേസ്റ്റ് ഒരു ബക്കറ്റിനകത്ത് ഒഴിച്ചിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് കലക്കി എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുക. ചെടി എങ്ങനെ വരുമെന്ന് നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? വീട്ടിലെ മീനിന്റെ വേസ്റ്റ് പ്ലാസ്റ്റിക്കിനകത്ത് കെട്ടി അയിനന്തിരത്തെ പറമ്പിലേക്കോ റോഡറമ്പിലോ കൊണ്ട് വലിച്ചെറിയരുത്. അത് വേടിച്ച് ചെടിക്ക് തിരിച്ചു കൊടുക്കുക. വേസ്റ്റ് ഇഷ്ടം പോലെ നമുക്ക് മേടിക്കാനും കിട്ടും, എല്ലാ കടകളിൽ നിന്നും കിട്ടും. എല്ലുപൊടി കൊടുക്കുക. പരമാവധി ജീവികളുടെ ഉച്ഛിഷ്ടവും കൂടി മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുക. ഫാറ്റ് വേണം. ഞാൻ ഒരു നിരീക്ഷണം നടത്തിയത് തെങ്ങിന് കൂമ്പികയിൽ, ആലപ്പുഴ ജില്ലയിൽ തെങ്ങ് പോയി കഴിഞ്ഞു കൂമ്പികയിൽ ഓലകരച്ചിലൊക്കെ വന്നപ്പോൾ ചെയ്തത് 5 കിലോ തേങ്ങാ പിണ്ണാക്ക് കലക്കി ആ തെങ്ങിന്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. തേങ്ങയ്ക്കകത്ത് എന്താണ്? തേങ്ങയുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താണ്? തേങ്ങ ആട്ടിയാൽ എന്താ കിട്ടുക? വെളിച്ചെണ്ണ കിട്ടും. ആ വെളിച്ചെണ്ണ എടുത്തു കഴിച്ചാൽ കുറെ എണ്ണ ഈ തേങ്ങാ പിണ്ണാക്കിനകത്തുണ്ട്. ആ ഫാറ്റ് മണ്ണിലേക്ക് ചെന്നു കഴിഞ്ഞാൽ നേരെ ചെടി വലിച്ചെടുക്കും. ആ കുമ്പിയല് മാറിക്കിട്ടും. അപ്പൊ ഏത് പിണ്ണാക്കുകളും അതിനകത്ത് ഒരു ചെറിയ അംശം ഓയിലുണ്ടാവും. ആ ഓയില് വളമായിട്ട് ഉപയോഗിക്കാം. ഈ വളം കൂടിയേ കഴിയൂ. കേരളത്തിലെ തെങ്ങുകൾ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു പ്രൊജക്ട് ചെയ്യാൻ പോവുകയാണ്. ഫിഷറീസ് കോളേജുമായിട്ട് ചേർന്ന്, ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്നിട്ട് ഒരു പ്രൊജക്ട് ചെയ്യാൻ പോവുകയാണ്. വേസ്റ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തെങ്ങിന് കൊടുക്കാനുള്ള ഒരു പ്രൊജക്ട് കഴിഞ്ഞ ആഴ്ച ഫിഷറീസ് കോളേജിലെ VC-യുമായിട്ട് ഡിസ്കഷൻ കഴിഞ്ഞു. അരൂര്, എറണാകുളം മേഖലയിലെ ഫിഷ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളിൽ ടൺ കണക്കിന് വേസ്റ്റ് അവര് ഗുണ്ടകൾക്ക് കാശ് കൊടുത്തിട്ട് ലോറിയിൽ കയറ്റിക്കൊണ്ട് ഏതെങ്കിലും കായലിലോ പുഴയിലോ കടലിലോ കൊണ്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അത് നമുക്ക് വേണം, കൃഷിക്ക് വേണം. നമ്മുടെ കൃഷിയെ രക്ഷപ്പെടുത്താൻ, ജൈവ കൃഷിയെ രക്ഷപ്പെടുത്താൻ ഈ വളം ആയിട്ട് നമുക്ക് കിട്ടിയേ പറ്റൂ. ആ വളം മണമില്ലാതെ കമ്പോസ്റ്റാക്കുന്ന ഒരു മെത്തേഡ് നിങ്ങൾ ഇതിന് പഠിക്കും. ജോഷി ചെറിയാൻ എന്ന് പറയുന്ന ഒരാളുടെ സെഷൻ, ജോഷി കൊണ്ട് വരുമല്ലോ അല്ലേ? ജോഷി വരും. ജോഷി ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ടെക്നോളജി നിങ്ങൾ പഠിക്കുന്നതാണ്. ഏത് വേസ്റ്റും കൺവേർട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഒരു മണവും ഇല്ലാതെ കൺവേർട്ട് ചെയ്യാം. ജോഷി ചിലപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് മീനിന്റെ വേസ്റ്റും കൂടി കൊണ്ടുവന്ന് ഇട്ട് കാണിച്ചു തരും. അപ്പൊ മണം കിട്ടും. വിത്തിൻ മിനിറ്റ് മണം പോകും. 15 ദിവസം കഴിയുമ്പോൾ അത് നമുക്ക് കമ്പോസ്റ്റാണ്. ചെടികൾക്ക് ഇട്ട് കൊടുക്കാം, തെങ്ങിന് ഇട്ട് കൊടുക്കാം, ഏതിനും ഇട്ട് കൊടുക്കാം. ഇന്നൊരാൾ ഒരാൾക്ക് എന്തൊക്കെയാണ് അവോക്കാഡോ, ബട്ടർ ഫ്രൂട്ട് കൊണ്ടുവന്നു. ബട്ടർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ, ബട്ടർ എന്ന് പറഞ്ഞാൽ വെണ്ണ തന്നെയാണ്. അത് പ്രായമാകുന്നതിന് മുമ്പ് അടങ്ങുപോകും. 15 വള കൊടുക്കുന്നത്. ബട്ടർ ഫ്രൂട്ടിനകത്ത് എന്താ ഉള്ളത്? ഫ്രൂട്ടിനകത്ത് എന്താണുള്ളത്? ഫാറ്റാണുള്ളത്. ഫാറ്റാണുള്ളത്. അത് നേരത്തെ കൊയ്യണമെങ്കിൽ മണ്ണിൽ എന്താണ് പോരായ്മ? ഫാറ്റാണ് പോരായ്മ. ഇത് മനസ്സിലാക്കാൻ എന്താ പറയാമോ? മനസ്സിലായില്ലേ? മണ്ണിൽ അത് പോരാഞ്ഞിട്ടാണ് അത് നേരത്തെ കൊയ്യുക.
അത് മണ്ണിൽ ചേർത്ത് കൊടുക്കുക. എന്നാൽ എന്ത് ഇട്ട് കൊടുക്കണം? നീമള ഇട്ട് കൊടുക്കണം, എല്ലുപൊടി ഇട്ട് കൊടുക്കണം, പിണ്ണാക്കുകൾ ഇട്ട് കൊടുത്താൽ അതിന്റെ പൊഴിക്കലങ്ങ് നിൽക്കും, പ്രായമായി വിളഞ്ഞു വരും. അപ്പൊ ആ രീതിയിലുള്ള ഒരു പരിപാടി ഫാറ്റ്. ഇനി എന്താണ്? പ്രോട്ടീൻ. കൊച്ചുങ്ങള് ചെറുപ്പത്തിലെ ഉരുണ്ട് കൊഴുത്ത് തന്നെ എന്താ കൊടുക്കുക? കുട്ടികൾ ഉരുണ്ട് കൊഴുത്തിരിക്കാനായിട്ട് നമ്മൾ എന്താ കൊടുക്കുക? കൂടുതൽ ഓർമ്മിച്ച കൊടുക്കും, ഓർമ്മിച്ച് കൊടുക്കും, ഇതല്ലേ ബേബി ഫുഡുകൾ കൊടുത്തിട്ട് ഉരുണ്ട് കൊഴുപ്പിച്ചെടുക്കാൻ വേണ്ടി കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കും. അതേമാതിരി തന്നെ ചെടികൾ, ഏത് നിങ്ങൾക്ക് പാവല്, പടവലം, ബീച്ചിൽ ഏതും ആയിക്കോട്ടെ, നല്ല മുഴുപ്പുള്ളതും ഭംഗിയുള്ള കായ്കളും കിട്ടണോ? ഉരുണ്ട് കൊഴുത്തിരിക്കണോ? കുട്ടികൾ ഇരിക്കുന്ന പോലെ അതിന് പ്രോട്ടീൻ, ശരിക്കും പ്രോട്ടീൻ കൊടുത്താൽ മതി. അത് നിങ്ങളുടെ കയ്യിലെ കാശിന്റെ പോലെ ഇരിക്കും. പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് കലക്കി ഒരു 30 മണിക്കൂർ കഴിയുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. നേരത്തെ പറഞ്ഞതൊക്കെ ചെയ്യണം. pH ബാലൻസ് ചെയ്യണം, അതിന് കാൽസ്യം കൊടുക്കണം, മണ്ണിൽ നല്ല കാർബൺ ഉണ്ടാകണം, അതിന് പൊതയിട്ട് കൊടുക്കണം, അത് വേഗം പൊടിയാനായിട്ട് ഡീകമ്പോസ് ചെയ്യാനായിട്ട് ചാണകം, പച്ചച്ചാണകം ഇട്ട് കൊടുക്കണം, യൂറിയ കൊടുക്കണം. ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചെടിയിലെ ഏത് മുഴുത്തിൽ എത്ര കായ ഉണ്ടാകണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിന് പ്രോട്ടീൻ കൊടുത്താൽ മതി. കപ്പലിന്റെ പിണ്ണാക്ക് ഒരു 30 മണിക്കൂർ വെള്ളത്തിലിട്ട് കലക്കി അതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇപ്പൊ മോഹൻദാസ് ഇന്ന് വരുമെന്നറിയില്ല, മോഹൻദാസ് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. വന്നാൽ 30 മണിക്കൂർ 30 ദിവസമല്ലേ, 30 മണിക്കൂർ. ഒരുപാട് കുളിപ്പിക്കരുത്. കുളിപ്പിക്കൽ പ്രോസസ് അളവ് നമ്മുടെ കയ്യിലെ കാശിന്റെ തന്നെ മനസ്സിലായില്ലേ? നമ്മളെ കയ്യിൽ കാശ് കൂടുതലുണ്ടെങ്കിൽ കാശ് അവരിട്ട് കൊടുക്കുക. ഞാൻ പറയട്ടെ, ഞാനൊരു സ്ത്രീയെ ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ കണ്ടു. ആലപ്പുഴ ജില്ലയിലെ സകല തെങ്ങുകളും കാറ്റ് വീഴ്ച വന്ന് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീയുടെ വീട്ടിലെ 3 തെങ്ങ് ഒന്നാം തരം പത്തിച്ച് കൊല നിറയെ കായ്ച്ചിരിക്കുന്നു. അപ്പൊ അവർക്ക് ഞാൻ കയറി ചോദിച്ചു, ഈ തെങ്ങിന് നിങ്ങൾ എന്താ പരിപാടി ചെയ്യുക? ആ തെങ്ങിന്റെ ചോട്ടിൽ ഒരു ചവറും കണ്ടില്ല, ഒരു പുഴയും കണ്ടിട്ടില്ല, അതിന് തടയെടുക്കണ പോലുമില്ല. അപ്പൊ ഞാൻ അവർക്ക് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ സാധനത്തിന് ഈ തെങ്ങിനെ ഇങ്ങനെ നിർത്തിയിരിക്കണേ എന്ന് ചോദിച്ചു. അവരൊരു കാര്യം പറഞ്ഞു, സാർ ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം അങ്ങാടി പോകും, ചന്തയിൽ പോകും. ചന്തയിൽ പോകുമ്പോൾ എനിക്ക് വേണ്ടതൊക്കെ മേടിക്കും, എനിക്ക് വേണ്ട മത്തി മേടിക്കും, എല്ലാം മേടിക്കും. കൂട്ടത്തിൽ എനിക്ക് 2 പൂച്ചയുണ്ട്, പൂച്ചയ്ക്കുള്ള മത്തി മേടിക്കും. ബാക്കി 4 കുഞ്ഞുങ്ങളുണ്ട്, തെങ്ങാണ്. ആ തെങ്ങിനുള്ളതും കപ്പലിന്റെ പിണ്ണാക്കും മേടിക്കും. ഈ കപ്പലിന്റെ പിണ്ണാക്ക് തിരിച്ചു കൊണ്ടുപോയി എല്ലാ ആഴ്ചയിലും കുറേശ്ശെ കൊടുക്കും. ഇതാണ് അവരുടെ മെയിൻ സാധനം, എല്ലാ ആഴ്ചയിലും. അല്ലാതെ അതായത് 4 തെങ്ങും പൂച്ചയും അവരുടെ വീട്ടിലെ അംഗമാണ്. അതിന് വേണ്ടതാകും മേടിച്ചു കൊടുത്തേ ഇരിക്കും. ആ ഒരു നിലപാട് നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു പ്രശ്നമില്ല. മോഹൻദാസിനോട് ഒരു ദിവസം ഞാൻ മോഹൻദാസിന്റെ കൃഷിയിടം സന്ദർശിക്കാൻ അവിടെ ചെല്ലുമ്പോൾ മോഹൻദാസിന്റെ പന്തലയിൽ നിറച്ച് പടവലങ്ങ നിറച്ച് തൂങ്ങിക്കിടക്കുന്നു. ആര് കണ്ടാലും ആ തോരണം തൂക്കിയ പോലെ കിടക്കുകയാണ്. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ മോഹൻദാസ് ഇതിന് വളം കൊടുത്തോണ്ടിരിക്കുക. ഇതിന് ഇത്രയും നിറഞ്ഞു കിടക്കുന്നതിന് വളം കൊടുത്തോണ്ടിരിക്കുന്നു. ഞാൻ മോഹൻദാസിന്റെ ചോദിച്ചു, എന്തിനാണ് മോഹൻദാസ് ഇത്രയും ഉണ്ടായി കിടക്കുമ്പോൾ ഇനിയും വളം കൊടുക്കണോ? മോഹൻദാസ് എടുത്ത വായിക്കുക അടുത്ത മറുപടി എന്നോട് ചോദിച്ചത്, സാർ ഇന്നലെ ആഹാരം കഴിച്ചില്ലേ? കഴിച്ചു, പിന്നെ എന്തിനാ ഇന്ന് കഴിക്കണേ? മനസ്സിലായില്ലേ? ചെടികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പൊ ഒരു നെറ്റിൽ 4 പടവലങ്ങ കിടക്കുന്നു. അപ്പൊ ചിലതിൽ 2 കിടക്കുന്നു. ഇപ്പൊ മോഹൻദാസ് പറഞ്ഞത് സാറിന് 5 എണ്ണം ഉണ്ടാക്കണം, ഒരു ചെട്ടില് ഉണ്ടാക്കാം. എല്ലാ 6ആം പൊക്കവും പിണ്ണാക്കും, കപ്പലിന്റെ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എന്ന് പറഞ്ഞ പിണ്ണാക്കും ചാണകവും മൂത്രവും കൂടി കുഴച്ച് ഒഴിച്ചു കൊടുക്കും. 6ആം പൊക്കവും. അപ്പൊ ഒരു ഞെട്ടിൽ 2 പടവലങ്ങ ഉണ്ടാവും. 4ആം ദിവസം കൊടുക്കാമെങ്കിൽ 4 പടവലങ്ങ ഉണ്ടാവും. അതല്ലേ, ഭക്ഷണം 4ആം ദിവസം കൊടുക്കുകയാണെങ്കിൽ 4 പടവലങ്ങ വേണം ഉണ്ടാക്കാം. അപ്പൊ നമ്മളാണ് തീരുമാനിക്കുക എന്ത് വേണമെന്നുള്ളത്, എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുക. പക്ഷേ ഈ കണ്ടീഷൻ മുഴുവൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ 6 ഘടകങ്ങളും മനസ്സിലാക്കി വേണ്ട ചെയ്ത് മാനേജ് ചെയ്താൽ സംഗതി ഒരു പ്രശ്നവുമില്ല. ഇനി നമുക്ക് കൂടുതൽ വിളവുണ്ടാകാൻ ഹൈബ്രിഡ് വിത്തിന് പകരം ഹൈബ്രിഡൈസ് ദി സോയിൽ നോട്ട് ദി സീഡ് എന്നുള്ള നിലപാടാണ്. ഹൈബ്രിഡ് ആകേണ്ടത് വിത്തല്ല, മണ്ണാണ്. വിത്ത് ഗുണം 10 ഗുണം തന്നെയാണ്, പക്ഷെ വിത്തിനേക്കാളും പ്രാധാന്യം മണ്ണാണ്. ഹൈബ്രിഡ് മണ്ണുണ്ടാക്കാൻ എന്ത് ചെയ്യണം?
ഇതിന് വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ ഇലകൾ വേണം. ഒരു മരത്തിന്റെ തന്നെ ഇലകൾ പോരാ. വിവിധ തരം സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ മണ്ണിൽ പൊടിഞ്ഞു ചേർന്നാൽ മണ്ണിന് ഹൈബ്രിഡ് മണ്ണ് നമുക്ക് ഉണ്ടാക്കാം. പലതരത്തിലുള്ള മണ്ണുകൾ ഉണ്ടാക്കുന്ന മെത്തേഡ്, പലതരത്തിലുള്ള ചപ്പയോറുകൾ കൂട്ടിയിട്ടിട്ട് ഉണ്ടാക്കുക. വിവിധ തരം ജീവികളുടെ ഉച്ഛിഷ്ടങ്ങൾ ചേർന്നാൽ കൂടുതൽ ഹൈബ്രിഡ് ഉണ്ടാകും. വിവിധ തരം സസ്യങ്ങളുടെ അവശിഷ്ടം, ചാണകം പോരാ, കോഴിക്കാഷ്ടം പോരാ, ആട്ടിൻകാഷ്ടം പോരാ, എരുമച്ചാണകം പോരാ, പ്രാവിൻ കാഷ്ടം പോരാ. ഇനിയും കൂടുതൽ ഹൈബ്രിഡ് മണ്ണുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും വൈവിധ്യം, ഡൈവേഴ്സിറ്റി. ദി മോർ ഡൈവേഴ്സ് ദി മോർ സസ്റ്റൈനബിൾ. എത്രമാത്രം വൈവിധ്യം കൂടുന്ന സസ്യജാലങ്ങളുടെ അവശിഷ്ടവും ജീവജാലങ്ങളുടെ ഉച്ഛിഷ്ടവും ചേരുന്നു, അത്രമാത്രം മണ്ണ് ഹൈബ്രിഡൈസ് ചെയ്യപ്പെടും. ഇത് ഞങ്ങളുടെ നാട്ടിലൊരാൾക്ക് കൃഷിക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് ചെയ്തു. അത് ചെയ്ത് നമ്മുടെ പാതിരപ്പള്ളിയിലുള്ള ഒരു ആശാനാണ്. പാതിരപ്പള്ളിയിലുള്ള ആശാനോട് ചെന്ന് ഒരു ദിവസം എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, സാറേ എന്റെ പടവലങ്ങ കാണാൻ വീട്ടിൽ വരണം, ഇന്ന് എന്റെ വീട്ടിൽ വരണം. ഞാൻ പറഞ്ഞു ഞാൻ വരാം. ഞാൻ അവിടെ ചെന്നു. ശരിയാണ്, അത്ഭുതം. ഞാൻ ഇന്നേ വരെ അത്രയും വലിയ പടവലങ്ങ കണ്ടിട്ടില്ല മനുഷ്യന്റെ വീട്ടില്. ഒരു കാലിന്റെ അത്ര നീളവും വണ്ണവുമുള്ള പടവലങ്ങ ഉണ്ടായി കിടക്കുന്നു. ഞാൻ ചോദിച്ചത് എങ്ങനെ എടുത്താക്കായിട്ടു? അത് സാറ് പറഞ്ഞ സകലതും ചെയ്തു. എന്തെന്ന് വിവിധതരം അവശിഷ്ടങ്ങൾ മുഴുവൻ ഞാൻ ചേർത്തു. പശുവിന്റെ ചാണകം, മൂത്രം, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം ഇതെല്ലാം ഇട്ടു. ഞാൻ പറഞ്ഞു ഇതെല്ലാം ഇട്ടാലും ഇത്രയും വലുതുണ്ടാവില്ല. താൻ എന്താ അഡീഷണൽ ചെയ്തിട്ട് ഇതെല്ലാം കൂടി ചേർത്താലും ഇത്രയും വലിയ സാധനം തനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. താൻ വേറെ എന്തോ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. രാസവളം ഇട്ടോ? രാസവളം ഞാൻ ഇട്ടില്ല. പിന്നെ എന്താ ചെയ്ത്? സാറ് വരാൻ പറഞ്ഞു. എന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുചെന്ന് കട്ടിലിന്റെ അടിയിൽ നിന്ന് ഒരു ചാക്ക് വലിച്ച് പുറത്തോട്ട് വെച്ചു. അതിനകത്ത് കൈയിട്ട് വാരി കാണിച്ചു. കുരുമുളക് പോലെ കറുത്ത് ഉരുണ്ട് കിടക്കുന്ന ഒരു സാധനം. എനിക്ക് ഇതെന്നതാണ്? അത് മൽബറി പുഴുവില്ലേ, അതിന്റെ കാഷ്ടാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കൃഷിക്കാരൻ അവന്റേതായ സെൻസ് ഉപയോഗിച്ച് അഡീഷണൽ ഒരു സാധനവും കൂടി ചേർത്ത് അഡീഷണൽ വിളവുണ്ടാക്കി. അതുകൊണ്ടാണ് ജൈവകൃഷിക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്ന കൂട്ടുണ്ടാക്കി കളക്കാൻ പറയില്ല. നമ്മളെക്കാളും വണ്ടർഫുള്ളായിട്ട് കൃഷിക്കാരൻ അവന്റേതായ കണ്ടെത്തൽ അവന്റെ കൃഷിയിടത്തിൽ അവൻ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോഴേ അവന് അവലൂട്ട് ചെയ്യപ്പെടുകയുള്ളൂ. നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇന്ന പച്ചലയെല്ലാം കൂടി അരച്ച് കലക്കി കളിച്ച് വീടങ്ങളൊക്കെ പറഞ്ഞു തരില്ല ജൈവകർഷക സമിതി. അതിന്റെ നിർദ്ദേശങ്ങൾ മാത്രം തരും, ബേസിക് തരും. ഡൈവേഴ്സിറ്റി, പരമാവധി വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ നിങ്ങൾ മണ്ണിലേക്ക് ഇടുക. പരമാവധി വൈവിധ്യമാർന്ന ജീവികളുടെ ഉച്ഛിഷ്ടം നിങ്ങൾക്ക് എവിടെ നിന്നെല്ലാം കിട്ടാമോ അതെല്ലാം എടുക്കുക. പ്രാവ് വന്നിരിക്കാനായിട്ടൊരു കൂടുണ്ടാക്കി വയ്ക്കുക. പ്രാവ് വന്ന് കൂട് കുട്ടികളും പ്രാവിന്റെ കാഷ്ടം കിട്ടും. കോഴിക്കാഷ്ടത്തിനകത്ത് രാസമാലിന്യമാണ്, മറ്റതാണ് മറിച്ചതാണെന്ന് പേടിക്കണ്ട. മനസ്സിലായില്ലേ? ഒരു പ്രാവിനെ വളരാതെ കഴിഞ്ഞ് ഒരു 50 കോഴിയെ വളർത്തിയാൽ മതി. സ്വന്തമായിട്ട് വളർത്തുക. അതിട്ട് നമുക്ക് വൈവിധ്യം കൂട്ടുക. പരമാവധി വൈവിധ്യം കൂട്ടാനുള്ള നടപടികൾ എടുക്കുക. എവിടെയോ ഞാൻ ചെല്ലുമ്പോൾ കണ്ണൂരാണ് തോന്നുന്നു, കണ്ണൂരാണ്. അവിടെ ഇതുപോലെ സകലതും കൂടി കൂട്ടിയിട്ടിട്ട് പന്നിക്കാഷ്ടം, പന്നിയുടെ കാഷ്ടവും കൂടി തോഴ്ത്ത് കഴുകി പമ്പ് ചെയ്ത് ഈ ടാങ്കിനകത്ത് വന്നിട്ട് ആ ടാങ്കിൽ നിന്നാണ് അടിക്കുക. അത് ഭയങ്കര പ്ലോട്ടാണ്, നല്ല പ്ലോട്ട്. കണ്ണൂരത്തെ ഒരു പ്ലോട്ട് ഞാൻ കണ്ടത് വളരെ നല്ലൊരു പ്ലോട്ടാണ്. തൃശ്ശൂരത്തെ നമ്മളുടെ ഒരു പ്ലോട്ട് കണ്ടത് വണ്ടർഫുൾ പ്ലോട്ടാണ്. അടുത്ത പ്രാവശ്യം നല്ല ഇതായിട്ട് നിൽക്കുന്ന ഒരു പ്ലോട്ടാണ്. ഒരുപാട് കൃഷിക്കാര് അവരുടേതായ തനത് കണ്ടെത്തലുകൾ നമ്മൾ പറയണേ ഉള്ളൂ. ഓരോ കൃഷിക്കാരനും ഗവേഷകനാകണം. ആനപ്പിണ്ടം ഉപയോഗിക്കാം. എത്രമാത്രം വൈവിധ്യമാർന്ന ഇതിപ്പോ ആനപ്പിണ്ടം നിരത്തിയിടുക. ആദ്യം ആനപ്പിണ്ടം നിരത്തിയിട്ടിട്ട് അതിന്റെ പുറത്ത് കരിയില ഇടുക, അതിന്റെ പുറത്ത് വിവിധ തരം കരിയില ഇടുക, പച്ചചാണകം ഇടുക. ആദ്യം വരുന്നത് കൂണുകൾ, പനംകൂട്ടങ്ങൾ പോലെ വരും ആനപ്പിണ്ടത്തിനകത്ത് നിന്ന്. ആനപ്പിണ്ടത്തിനകത്ത് പനംകൂട്ടയില്ലേ, 5-6 പന ഒരുമിച്ച് നിൽക്കുമ്പോയില്ലേ, അതേമാതിരി ഇതിനകത്തുനിന്ന് കൂണുകൾ ഇലയും പൊക്കി പുറത്തു വരും ആനപ്പിണ്ടത്തിൽ നിന്ന്. ഒന്നാം തരം പുറയാണ് ആനപ്പിണ്ടം. ഞാനവിടെ എന്റെ വാതിക്കയിലെങ്ങാനും കൂടി ആന വന്നു നിന്ന് കവലയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആരും എഴുന്നേക്കുന്നതിന് മുമ്പ് രാവിലെ പോയി ഞാൻ ആ ആനപ്പിണ്ടം വാരിക്കൊണ്ടുവന്ന് എന്റെ പറമ്പിലിടും, അല്ലെ എന്റെ പച്ചക്കറിക്ക് ഇടും. നല്ല സാധനമാണ്. ഒരൊറ്റ കണ്ടീഷൻ എന്തുകൊണ്ടാണെന്ന് പിടികിട്ടില്ല, അത് പറഞ്ഞു തരണം. ആനപ്പിണ്ടം കൊണ്ടയിട്ടാൽ ഉടനെ പട്ടി വന്ന് കഴിച്ചു കൊലക്കി അവൻ കൊണ്ടുപോകും. അതിനകത്തൊന്നും തിന്നണില്ല. പക്ഷെ ഇത് കൊടഞ്ഞു മറിച്ച് ആനപ്പിണ്ടത്തിനകത്ത് പിടന്ന് പെരുണ്ട് അതിന്റെ മണമെല്ലാം അവന്റെ ദേഹത്ത് പറ്റിച്ചെന്നാണ് പോവുക. ഇതെന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇതെന്താണ് ഈ പട്ടി ആനപ്പിണ്ടവും തമ്മിലുള്ള ബന്ധം എന്ന് പിടികിട്ടുന്നില്ല. ഏതായാലും അവരതിനോട്